ടീച്ചർമാരെ, നിങ്ങൾ നിങ്ങളുടെ ടീച്ചിങ് ജീവിതത്തിൽ ഈ 3 തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തിയാൽ നിങ്ങളുടെ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ പരാജയം ഉണ്ടായേക്കാം. ഏതെല്ലാമാണ് ഈ 3 കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടീച്ചർമാർ ഈ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ സ്റ്റുഡന്റ് ലൈഫും സോഷ്യൽ ലൈഫും സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ്ങും സ്ട്രോങ് ആയി മാറും. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. 3 സൈൻസ് ഓഫ് ബാഡ് ടീച്ചിങ്. ആദ്യത്തെ സൈൻ ഇതാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടിയോട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്, ഞാൻ നിനക്ക് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു തന്നത്, ഞാൻ പറഞ്ഞതുപോലെയല്ലേ നീ ആൻസർ എഴുതേണ്ടത്, പിന്നെ സിലബസിൽ ഇത്രയല്ലേ ഉള്ളൂ, നീ എന്തിനാ എക്സ്ട്രാ എഴുതുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ കുട്ടിയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടി ഡീമോട്ടിവേറ്റ് ആയി പോകും. നിങ്ങൾ ടീച്ചേഴ്സും അതുപോലെ പേരൻസും കുട്ടിയോട് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടി എങ്ങനെ ശരി പഠിക്കും? വലിയ വലിയ സയന്റിസ്റ്റ് ഒക്കെ തെറ്റ് ചെയ്തതിനു ശേഷമാണ് അവർ ശരിയിലേക്ക് എത്തിച്ചേർന്നത്. നിങ്ങൾ ടീച്ചർമാർ കുട്ടികൾ എന്ത് ചെയ്യുന്നതിനും തടസ്സം നിന്നാൽ അത് കുട്ടികളുടെ വളർച്ചയെ മുരടിപ്പിക്കും. നിങ്ങൾ ടീച്ചർമാർ കുട്ടികളുടെ സക്സസ് ഗ്രാഫ് ഉയർത്താനാണ് നോക്കേണ്ടത്, അല്ലാതെ അവരുടെ സക്സസിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല വേണ്ടത്. അതുകൊണ്ട് പുതിയ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ഉണ്ടാവരുത്. ഇനി രണ്ടാമത്തെ സൈൻ, ടീച്ചർമാര് കുട്ടികൾക്ക് മോറൽ വാല്യൂസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന്റെ അവസാനം ടീച്ചർ ഇങ്ങനെ പറയും, കുട്ടികളെ നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്, സമൂഹം വളരെ മോശമാണ്, നിങ്ങൾ നിങ്ങളെ പേരൻസിനെ ഒഴികെ വേറെ ആരെയും ഈ ലോകത്തിൽ വിശ്വസിക്കരുത്, നിങ്ങൾ ആരോടും ഒന്നും പറയരുത്, ഒരു കാര്യവും ഒരാളോടും ഷെയർ ചെയ്യരുത് എന്നൊക്കെ ടീച്ചർമാര് പറയും. ഇവിടെ നമ്മൾ ടീച്ചർമാർ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ ആരെയും വിശ്വസിക്കാനോ ആരോടും ഒന്നും ഷെയർ ചെയ്യാനോ തയ്യാറല്ലാതാവുന്നു. അപ്പോ നിങ്ങൾ ടീച്ചർമാർ ഇവിടെ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇനി മൂന്നാമത്തെ സൈൻ, ഇനി നിങ്ങൾ കുട്ടികളുമായി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, അതായത് ഞാനും നിങ്ങളും ഫ്രണ്ട്സ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ടീച്ചർമാർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അതുപോലെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നു. കുട്ടികള് നിങ്ങൾ ടീച്ചർമാരെ വിശ്വസിച്ച് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾ അതിന് പരിഹാരവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കുട്ടികള് അവർ ചെയ്ത മിസ്റ്റേക്സും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വഴക്ക് പറയാൻ തുടങ്ങും. മാത്രമല്ല അവര് ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറ്റു ടീച്ചേഴ്സിനോട് പറയാനും തുടങ്ങും. ഇത് കുട്ടികൾ വേറെ ആരെങ്കിലും പറഞ്ഞറിയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇതോടെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ടീച്ചറോട് പറയാതാവും. കുട്ടികളെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഈ 3 കാര്യങ്ങളും ടീച്ചർമാർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഈ 3 തെറ്റുകളും ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഒരു നല്ല ടീച്ചർ ആവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന്. പക്ഷെ ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ പഴയ ടീച്ചർമാർക്ക് ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല. പക്ഷെ പുതിയ ടീച്ചർമാർക്ക് നമുക്ക് അനുഭവം ഉള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.